ഇന്ന് നമുക്ക് ഈജിപ്ഷ്യൻ ഗൂസിനെ പരിചയപ്പെടാം. ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ പക്ഷി പ്രിയപ്പെട്ട ഒരു വളർത്തുപക്ഷിയായി ഈജിപ്തുകാർ കരുതിപ്പോന്നു. മാതൃത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ഈ പക്ഷിയെ അവർ കാണുന്നത്. ഈജിപ്ഷ്യൻ മൈത്തോളജിയിൽ ആത്മാക്കളുമായി ബന്ധമുണ്ടെന്ന് കരുതിയതുകൊണ്ട് ഇവരുടെ ചിത്രം ശവകുടീരങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. 200 വർഷം മുമ്പാണ് ഹോളണ്ടിലേക്കും ഇംഗ്ലണ്ടിലേക്കും അവരുടെ കോളനി രാജ്യമായ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഈ പക്ഷി ഒരു അലങ്കാര പക്ഷിയായി യൂറോപ്പിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഇന്ന് ഈ പക്ഷി വളർത്തു പക്ഷിയായല്ല, മിക്കവാറും സ്വതന്ത്രമായിട്ടാണ് ഇവരുടെ ജീവിതം നയിക്കുന്നത്. വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലും ന്യൂസിലൻഡിലും ഈ പക്ഷികളെ ധാരാളം കാണാം. ഹൈലി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഈ പക്ഷികൾ മിക്കവാറും കൂട്ടമായി വെള്ളമുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തടാകങ്ങളുടെയും കുളങ്ങളുടെയും അടുത്ത് തന്നെ കാണാം. ഹൈലി ടെറിട്ടോറിയലായ ഈ പക്ഷികൾ മറ്റു ജീവജാലങ്ങളെ ആക്രമിക്കുമെന്നുള്ളത് വലിയൊരു ഭീഷണിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുട്ടയിട്ട് വിരിയുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആക്രമിക്കുമെന്ന തോന്നലുണ്ടായാൽ ഇവ മറ്റു ജീവികളെ കൂട്ടമായി ആക്രമിക്കുന്നു. ആൺപെൺ പക്ഷികളെ അവരുടെ സ്വരത്തിൽ നിന്ന് തിരിച്ചറിയാം. ഇവ മോണോഗാമസ് ആയതുകൊണ്ട് ജീവിതകാലം മുഴുവൻ വരെ ഒരേ പാർട്ട്ണറുടെ കൂടെ വിശ്വസ്തയോടെ ജീവിക്കുന്നു. മാത്രമല്ല, കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിന് മുട്ടയുടെ മേൽ അച്ഛനും അമ്മയും മാറി മാറി അടയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനിലും ഇംഗ്ലണ്ടിലും ഈ പക്ഷികൾ ചില സ്ഥലങ്ങളിൽ അധിനിവേശ പക്ഷിയായി കരുതുന്നു. കാരണം ഇവയുടെ പെരുകി വരുന്ന പോപ്പുലേഷനും മറ്റു ജീവജാലങ്ങളോട് ഇതിനുള്ള അഗ്രസീവായിട്ടുള്ള ഏറ്റുമുട്ടലും ചിലപ്പോൾ കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുന്നതും എല്ലാം ഇവ ഒരു ഭീഷണിയായി ഉയർന്നു വന്നിട്ടുണ്ട്. പണ്ട് വളർത്തുപക്ഷിയായ ഇവ ഇന്ന് വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നുവെന്ന് മാത്രമല്ല, ഇവയെ ശല്യമായി വന്നാൽ ചില സ്ഥലങ്ങളിൽ അവയെ കൊല്ലുന്നതിനും പെർമിഷൻ യൂറോപ്യൻ യൂണിയൻ നൽകിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ പലപ്പോഴും ഇതിനെ ശല്യമായി വരുമ്പോൾ കൊല്ലുന്നത് സാധാരണയാണ്. ഈ പക്ഷിയുടെ പോപ്പുലേഷൻ കുറയ്ക്കുന്നതിന് ഇവയെ വളർത്തുപക്ഷിയായി കൊണ്ടുപോകുന്നതും ഇവയ്ക്ക് പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. വെള്ളത്തിലാണ് ഈ പക്ഷിയെ നമ്മൾ കാണുന്നെങ്കിലും പൊതുവെ കൂടുണ്ടാക്കുന്നത് കരയിലും, കൂടുതൽ സമയവും കരയിലാണ് ഇവ ചിലവഴിക്കുന്നത്. 4 മാസം വരെ കുഞ്ഞുങ്ങൾ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കഴിയുമെങ്കിലും 4 മാസം കഴിയുമ്പോൾ അവയും സ്വതന്ത്രമായ ജീവിതം നയിക്കുന്നു. എന്നാൽ ഇവയെ മിക്കവാറും നമ്മൾ സമൂഹമായിട്ടാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവയ്ക്കുള്ളതെന്ന്